കോഡ് ബോക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോ ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ കുറച്ച് ഇൻസ്പിറേഷനൊക്കെ വേണം തോന്നുമ്പോൾ ഇതിനകത്ത് നിന്ന് കോട്ടൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കോഡ്സ് വേണം. കോഡ്സ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിൻ്റ് എടുക്കുക ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്കിത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ചെയ്യാം. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് എടുത്തേക്കുന്നത്. എന്നിട്ടത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു ബോക്സ് വേണം. ഞാനിങ്ങനെ നമുക്ക് ഓൺലൈൻ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ബോക്സ് കിട്ടില്ല, അതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഏത് ബോക്സാണ് അതിന് സെറ്റായിട്ട് വരുന്നതെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് കറക്റ്റായിട്ട് വരും തോന്നുന്നു. ബോക്സും അതിൻ്റെ കൂടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോക്സുണ്ട്, അതും പിന്നെ സ്റ്റിക്കേഴ്സിന് വേണ്ടിയിട്ടൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബോക്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇരിക്കില്ലേ, അങ്ങനെ ഒരു പേപ്പറാണ്, അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് സൈസ് എടുക്കുക. കറക്റ്റ് സൈസ് നോക്കി മെഷർ ചെയ്തതിന് ശേഷം കട്ടാക്കി എടുക്കാം. ഇതിൻ്റെ അകത്തുള്ളേക്ക് റിമൂവ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനൊരു പേപ്പർ ഉണ്ടായിരുന്നു. ഈ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ സൈഡിലും ഫ്രണ്ടിലും അങ്ങനെ തന്നെ ചെയ്യാം. കറക്റ്റ് ഷേപ്പ് എടുത്തിട്ട് കട്ടാക്കി ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാറ്റേൺ പേപ്പറും പിന്നെ നേരത്തെ കണ്ടില്ല അതേ പേപ്പറൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ വിചാരിച്ച് വൈറ്റ് തന്നെ ചെയ്യാമെന്ന്. അത് കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷം അത് നമുക്ക് കട്ടാക്കി എടുക്കാം. ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഗ്ലൂ തേച്ച് അതിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടാക്കി വെച്ചിരിക്കുന്ന കോഡ്സൊക്കെ എടുത്തിട്ട് ഈ ബോക്സിനകത്തോട്ട് വെച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ലോ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇൻസ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ആക്കാം. അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ബൈ.